ഇദ്ദേഹത്തിനെയും കൂടെ ഇതൊന്നും ഉൾക്കൊള്ളിക്കുന്നു. ഇപ്പൊ മൂന്നാമതും കൂടെ ഒരാൾ വരുമ്പോഴില്ലേ, നിങ്ങൾ രണ്ട് കാലം വെക്കണം, വാശിപ്പിക്കാൻ പാടില്ലേ. നിങ്ങളെല്ലാം ഓരോ കാര്യം നിൽക്കും. ആ ശ്രീകൃഷ്ണനെ അയാൾക്ക് ഫലം കൊടുക്കുന്നേ. ആ കൊടുക്കും. അദ്ദേഹം മറ്റേ കാലം എവിടെ പോയിക്കോളൂ. ഈ ബുദ്ധിമുട്ടൊന്ന് അനുഭവിപ്പിക്കാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡാണെന്ന് വിചാരിക്കും, നിങ്ങളുടെ തലച്ചോറാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇതിനെ ഈ തലച്ചോറ് ഗർഭപാത്രത്തിനകത്ത് സെറ്റ് ആകുമ്പോൾ ഇതിനകത്ത് 1000 പേരെ കയറ്റുന്നത് അതിനെ അറിയില്ല. ഒരു തലച്ചോറ് ഒരു ശരീരത്തിന് വേണ്ടിയിട്ടാണ്. അതിന്റെ കാര്യം നോക്കാൻ, അത് തിന്നുണ്ടോ കുടിക്കുന്നുണ്ടോ, അതിന് സുഖമുണ്ടോ ദുഃഖമുണ്ടോ, അതിന് പ്രശ്നമുണ്ടോ ശത്രുണ്ടോ ഒക്കെ അതൊക്കെ ചിന്തിക്കും. അവനവന്റെ ഈ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും അവനവന്റെ സന്തോഷവും സമാധാനവും വിശപ്പും ദാഹവും എല്ലാ കാര്യങ്ങളും അവനവന്റെ കാര്യത്തെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തലച്ചോറ് സൃഷ്ടിക്കപ്പെടുന്നത്. ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തെ ഫോളോ ചെയ്യണം. ശരി, പോക്കുകൾ നടന്നോട്ടെ. നിങ്ങൾ പോക്കിൽ അവര് നോക്കി നിൽക്കണം. ഒരുപാട് ആധ്യാത്മിക്കാൻ സോ ഇദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ കണ്ടോ, ഭയങ്കര സീരിയസ് ആണ്. പുഷിംഗ് ഫോഴ്സ് വരും ഇവിടെ നിന്ന്, ഇങ്ങനെ ഒരു പുഷിംഗ് ഫോഴ്സ് വരും. ഓക്കെ ഓക്കെ അപ്പൊ സ്വാഭാവികമായിട്ട് ഇതന്നെ സംഭവിക്കും. പിടിക്കാനൊരു കമ്പി പോലും ഇല്ലാഞ്ഞിട്ടും ഫോഴ്സസ് ഉണ്ട്. ഇന്റേണൽ സ്റ്റോപ്പിംഗ് ഫോഴ്സസും എക്സ്റ്റേണൽ സ്റ്റോപ്പിംഗ് ഫോഴ്സസും. ഇന്റേണൽ സ്റ്റോപ്പിംഗ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ്സ് ആവാം, നമ്മുടെ ഓൾഡ് ചിന്താഗതികളാവാം, നമ്മളുടെ ബിലീഫ് സിസ്റ്റംസ് ആവാം, നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആവാം, പല സാധനങ്ങളുണ്ടാവാം. നമ്മുടെ ഹാബിറ്റ്സ് ആവാം, നമ്മുടെ തോന്നിയാസങ്ങളാവാം, എന്തുവാം. എക്സ്റ്റേണൽ സ്റ്റോപ്പിംഗ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷൻസ് ആവാം, ചില ആളുകളാവാം, ചില നാടാവാം, ഇത് മാർക്കറ്റിന്റെ പ്രശ്നമാവാം, സൊസൈറ്റിയുടെ പ്രശ്നമാവാം, പലതും ഉണ്ടാവും. സ്റ്റോപ്പിംഗ് ഫോഴ്സസ് നിങ്ങളിപ്പോ ഇരുന്ന് എഴുതണം 10 മിനിറ്റ് സമയത്ത്. നിങ്ങളുടെ ഹാപ്പിനെസിനെയും പീസിനെയും പ്രോഗ്രസിനെയും തടയുന്ന തരത്തിലുള്ള എന്തൊക്കെ ഇന്റേണൽ സ്റ്റോപ്പിംഗ് ഫോഴ്സസിനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, എന്തൊക്കെ എക്സ്റ്റേണൽ സ്റ്റോപ്പിംഗ് ഫോഴ്സസിനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.